ഉപയോഗിക്കപ്പെടാത്ത ചില വാക്കുകളൊക്കെ ഇപ്പോൾ പാസ്റ്ററും ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. എൻ്റെയും ചെറുപ്പകാലത്ത് അതൊന്നുമില്ല. വൈബ് കേട്ടിട്ടില്ലേ? ഒരു പുതിയ വേർഡാണ് വൈബ്. നമ്മുടെ പഴയ മലയാള ശബ്ദധാരാവലി നിഘണ്ടുവിലൊക്കെ തപ്പിയാൽ അതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് കിട്ടാനായിട്ടൊന്നുമില്ല. പുതിയൊരു വേർഡാണ് വൈബ്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി പുതിയ ട്രെൻഡുകളുടെ ഒരുപാട് വാക്കുകൾ, വാക്ശരങ്ങൾ അനുദിനം നമ്മളിങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചിലതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിരുന്ന് കുത്തിയിരുന്ന് എഴുതി നോക്കി എന്തൊക്കെയാണ് പുതിയ വാക്കുകളെന്ന്. അപ്പോൾ അല്പം ഓർമ്മക്കുറവുള്ളതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കുക. നിങ്ങൾ നോക്കണം, ഈ മുതുവല്ലൂർ കോണം ദേശത്ത് അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കിക്കോണം. ഞങ്ങളുടെ ചെമ്പൂരൊക്കെ അതിങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. വൈബ്, പഠിപ്പി, നിഷ്കു ഇല്ലേ? സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അതറിയാം. ഇച്ചിരി പ്രായമുള്ളവർക്കും പുറത്തിറങ്ങി നടക്കുന്നവർക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അല്ലാതെ ഇച്ചിരി പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കും. കേട്ടിട്ടില്ലേ? അടാറ്, മിന്നിച്ചു, നന്മമരം കളിയാക്കി പറയുന്നതാ. നേരത്തെ നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം കളിയാക്കി പറയുന്നത്. കട്ടയ്ക്ക്, തള്ളിമറിക്കുക, പിന്നെന്താ കിടുക്കാച്ചി, പിന്നെന്തുണ്ട് പൊളി, പൊളിപ്പൻ, തേച്ചു, പണി, ചളി, കട്ടച്ചളി, ചങ്ക്, ചങ്കത്തി, കണ്ടിട്ടില്ലേ? വെള്ളിയാട, പാൽക്കുപ്പി, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി എത്ര പുതിയ വാക്കുകൾ നമ്മുടെ ആധുനിക ലോകത്തിലെ തലമുറയിലേക്ക് കയറിക്കൂടിയിട്ടുണ്ട്. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഇനിയും വേറെയുണ്ട്. അപ്പം ചിലർ പറയാം പാസ്റ്റർ ബെസ്റ്റിയുടെ കാര്യം പറഞ്ഞില്ലെന്ന്. പിന്നെ പണ്ട് നമ്മൾ പറയുന്ന ചില പച്ച മലയാളം പദങ്ങളുണ്ട്, അതൊക്കെ മാറിയിട്ട് ഇപ്പം ബെസ്റ്റി, പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, വേറെ കുറേ പദങ്ങളൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഈ പ്രായമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ ഷിബു ഷേർലി എന്ന് വിളിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ട്. എൻ്റെ പേര് ഷിബു എന്നാണ്. ഷിബു ഷേർലി എന്ന് വിളിച്ചിരുന്ന കാലമുണ്ട്. ഇന്ന് അതൊക്കെ മാറി, അവർക്കൊക്കെ പുതിയ പേരുകളായി. ചില കണിശക്കാരനായ അധ്യാപകനെ വിളിക്കുന്ന പേരുണ്ട്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി എത്ര പദപ്രയോഗങ്ങൾക്കാണ് പുതിയ പ്രതിഭാസങ്ങൾ മാറ്റം കുറിച്ചിരിക്കുന്നത്. നമ്മുടെ തലമുറകളൊക്കെ പറയുന്ന പല പദങ്ങളും നമുക്കിപ്പോൾ പിടികിട്ടാത്തതാണ്. എന്താണ് കർത്താവിൻ്റെ വചനം കാലഘട്ടങ്ങൾക്ക് മുൻപ് ശ്ലീഹ പൗലോസ് എഴുതി വച്ചിരിക്കുന്നത്? ഈ ലോകത്തിൻ്റെ കാലഗതി അടുത്ത പറയുന്നത് കണ്ടോ? ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പം ഈ ലോകത്തിൻ്റെ കാലഗതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയർക്ക് ഞാൻ പറഞ്ഞ ഈ പദങ്ങളൊന്ന് ചിലതെങ്കിലും മനസ്സിലായി കാണും. ആത്മീകരായ കുഞ്ഞുങ്ങളെയും ഈ പദപ്രയോഗങ്ങളുടെ സ്പിരിറ്റ് കയറി പിടിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇതൊരു സ്പിരിറ്റാണ്, ഇതൊരു ആത്മാവാണ്. ഏത്? ഈ ലോകത്തിൻ്റെ കാലഗതി അഥവാ പുതിയ പ്രതിഭാസം എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റാണ്, ഒരു കാലഗതിയാണ്. ഒരു കാലഗതി എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റാണ്. പലരും അതിനെ വേണ്ടവണ്ണം മനസ്സിലാക്കുകയോ തിരിച്ചറിയാതെ പോകുകയോ ചെയ്യുന്നത് ദുഃഖകരവും വേദനാജനകവുമായ സംഗതിയാണ്. ഇപ്പം നോക്കിക്കോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഹെയർ സ്റ്റൈല് അതൊരു ട്രെൻഡാണ്. നമ്മുടെ ഇവിടെ പറയുന്ന പുറത്തിച്ചക്ക, ഞങ്ങളുടെ നാട്ടിലെ കൈതച്ചക്ക, അതിൻ്റെ മുടി പോലിരിക്കുന്ന തലകൾ, നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങളുടെ ശിരസിലോട്ട് നോക്കിക്കേ, അവരുടെ ഹെയർ സ്റ്റൈല് മാറി, അവരുടെ ഡ്രസ് കോഡ് മാറി, ലൈഫ് സ്റ്റൈല് മാറി. ഞങ്ങളുടെ നാട്ടിലെ നസ്രാണിക്കാരെത്തി അമ്മച്ചിമാരിടുന്ന ഒരു പഴയ വേഷമായിരുന്നു മുണ്ടും ചട്ടയും, അല്ലേ പാസക? മുണ്ടും ചട്ടയും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു മോനോട് ഞാൻ പറഞ്ഞു, എടാ ഷട്ടിച്ചിര വലിച്ചിറക്കിയിടടാ. നീ അവൻ്റെ വല്ല പ്രാക്കാണോ എന്നറിയില്ല, എൻ്റെ ഷർട്ടൊക്കെ കീറിപ്പോയത്. സ്തോത്രം. അവനോട് ഷട്ടിച്ചിര വലിച്ചിറക്കിയിടടാ. അവൻ പറഞ്ഞു, അങ്കളെ നടക്കത്തില്ല. ഞാൻ എന്തു പറ്റി? അവൻ്റെ ഇന്നർ മുഴുവൻ കാണാം, പുറത്ത് ഏറ്റവും പുറയിലിരിക്കുന്നവന്മാർ അതേ വലിച്ചു വിട്ട് കളിക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഷർട്ട് വലിച്ചു താത്തിടറ. അവൻ പറഞ്ഞു, നടക്കത്തില്ല അങ്കളെ. ഞാൻ ചെന്താ? സ്തോത്രം. വയറ് തീരുന്നിടത്ത്, ഹിപ്പ് ആരംഭിക്കുന്നിടത്ത് വന്ന് ഷർട്ട് നിൽക്കുക. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചെറുപ്പകാലഘട്ടങ്ങളിൽ ചില അഭിഷക്തരും ചില പ്രായമുള്ളവരൊക്കെ ഇട്ടിട്ടിരിക്കും. നമ്മുടെ ജംനാപ്യാരി ആടിൻ്റെ കാതുപോലെ, ചെവി പോലെ നീണ്ടു കിടക്കുന്ന കോളറുള്ള ഷർട്ടുണ്ടായിരുന്ന ഒരു കാലത്ത്. നിലം മുഴുവൻ തൂത്തുവാരിക്കൊണ്ട് പോകും. പഴയ ജെയിൻ സ്റ്റൈല് കണ്ടിട്ടില്ലേ? അതൊക്കെ ഇട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മാറി, എല്ലാം ടൈറ്റായി.
ഇതിനകത്ത് എങ്ങനെ ആളുകൾ ഇറങ്ങിപ്പറ്റുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലം വന്നു. ഒരു പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ട്രെൻഡ് മാറുകയാണ്. അതിനനുസരിച്ചുള്ള ചെരുപ്പ്, അതിനനുസരിച്ചുള്ള മുണ്ട്, അതിനനുസരിച്ചുള്ള ഷർട്ട്, അതിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈല്, ഇങ്ങനെ ലോകത്തിലേക്ക് വന്ന് കയറുക. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കുന്നുണ്ടോ? അത് സഭകൾക്കകത്തേക്ക് അത് കയറുക, ജനത്തിൻ്റെ ഇടയിലേക്ക് അത് കയറുക, പിള്ളേരുടെ ഇടയിലേക്ക് അത് കയറി വരിക. പണ്ടെന്നത്തേക്കാൾ ഇന്നിവിടെ ഇരിക്കുന്ന ഒരു 40 വയസ്സിന് മുകളിലുള്ളവർ അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഈ വണ്ണമുള്ള പലതിൻ്റെയും തള്ളിക്കയറ്റങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ വേഗത്തിൽ പുതിയ പ്രതിഭാസങ്ങൾക്ക് വഴിമാറുന്ന ഒരു ലോകത്തെയാണ്, കാലത്തെയാണ് ഞാനും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ലൈഫ് സ്റ്റൈല് മാറുന്നു, വസ്ത്രധാരണം മാറുന്നു, പിന്നെ ഹെയർ സ്റ്റൈല് മാറുന്നു. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി പുതിയ പ്രതിഭാസങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുകയാണ്. ആത്മീകരായ പലരും പലതിനോടും ടോളറേറ്റ് ചെയ്യപ്പെടേണ്ട, സമരസപ്പെടേണ്ട ഒരു കാലത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖത്തോടും പ്രയാസത്തോടും കൂടെയും ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെവിടങ്ങളിൽ വിശദീകരണം കൂടാതെ തൊട്ടുപോകുന്ന ചില കാര്യങ്ങൾ ആത്മീകരായ ദൈവമക്കൾ അത് വചനത്തിൻ്റെ അന്തസത്ത തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിക്കണമെന്നും കൂടെ ദൈവസന്നിധിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു പഴയ ചെരുപ്പ് ഞാൻ ഒരു ചെരുപ്പിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റിടാൻ തുടങ്ങുക. അപ്പോൾ ആ ചെരുപ്പിന് ഒരു കാവൽക്കാരൻ, ഒരു 4 വയസ്സുള്ള കുഞ്ഞ് ആ ചെരുപ്പിന് ഇങ്ങനെ കാവൽക്കാത്ത് വെളിയിൽ നിൽക്കുക, ചർച്ചിൽ കയറാതെ. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിളെ ചെരുപ്പ് മാറ്റിയിടാൻ പറഞ്ഞു. അതെന്നാ? എൻ്റെ ചെരുപ്പ് മുട്ടല്ലെന്ന് പറഞ്ഞു. ഞാൻ വേഗം എൻ്റെ ചെരുപ്പ് മാറ്റിയിട്ടു. 450 രൂപയുടെ പഴയ സാധനം. ഇനി അവൻ്റെ ചെരുപ്പെല്ലാം കാണാൻ മുട്ടിപ്പോയാൽ? ഞാൻ ചോദിച്ചു, എന്നാ മക്കളെ? അത് പുലിമുരുകനാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഏത്? ആ കിടക്കുന്നത് പുലിമുരുകനാന്ന് പറഞ്ഞു. എന്തോ മക്കളെ പുലിമുരുകൻ? അങ്കിളിനൊന്നും അറിയത്തില്ലേ? നമ്മൾ പലതിലും അപ്ഡേറ്റ് അല്ല. പാസ്റ്റർമാരായി നമ്മളൊക്കെ പലതിലും അപ്ഡേറ്റ് അല്ല. മാതാപിതാക്കൾ പലതിലും അപ്ഡേറ്റ് അല്ല. 4 വയസ്സുകാരൻ എവിടുന്ന് മനസ്സിലായി? കുറെ വള്ളിച്ചെരുപ്പ് കാലിലൊക്കെ ചുറ്റിക്കെട്ടുന്നത്. അവൻ പറയുക അത് പുലിമുരുകന. ആ പിക്ചറിൽ വന്ന ഒരു ചപ്പല്, ചെരുപ്പ് ട്രെൻഡായി മാറിയപ്പോൾ പല കുഞ്ഞുങ്ങളുടെ കാലേ കയറിയ കൂട്ടത്തിൽ അവൻ്റെ കാലയിലും കയറിയതാണ്. ഏതൊക്കെയോ മുതിർന്നവരിൽ നിന്ന് അവന് മനസ്സിലായി ഇതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡ് 4 വയസ്സുകാരനെയും കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇന്ന് പൊതുവെ നമ്മൾ നോക്കിക്കേ, സ്തോത്രം, പൊതുവെ നമ്മൾ നോക്കിക്കേ, ആത്മീക ഗാത്രത്തിലും സ്തോത്രം, ഈ ട്രെൻഡുകളുടെ അതിപ്രസരങ്ങൾ എവിടെയൊക്കെയോ കയറിക്കൂടുന്നത് വേദനാജനകമായ ഒരു സംഗതിയായി എന്നേക്കാൾ കൂടുതൽ പറയാൻ പ്രാപ്തരായ അഭിഷക്തന്മാർ എൻ്റെ മുൻനിരയിലും പിൻനിരയിലും ഇരിപ്പുണ്ടെന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമാണ്. എളിയദാസൻ ഈ രാത്രി പറഞ്ഞു വരുന്ന വാക്കുകളുടെ സാരാംശം ഇതാണ്: ഈ ലോകത്തിൻ്റെ കാലഗതി, പുതിയ പ്രതിഭാസം ലോകത്തെ കീഴടക്കി കഴിഞ്ഞു. അത് ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട അതിപ്രധാനമായ ഒരു കാര്യം, കർത്താവിൻ്റെ അഭിഷക്തൻ തൻ്റെ മുഖവര പ്രസംഗത്തിൽ, അധ്യക്ഷ പ്രസംഗത്തിൽ ചുരുക്കമായി ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് വിളിച്ചു പറയുന്ന തിരുവെഴുത്തിൻ്റെ സത്യങ്ങളെ ശ്രദ്ധിക്കുവാൻ പോലും കണ്ണും കാതും തുറക്കപ്പെടാതെ പല പ്രിയപ്പെട്ടവരും പൊള്ളയായ അർത്ഥസത്യങ്ങളുടെ പിന്നാലെ പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിദുഃഖകരമായ കാഴ്ചകൾ നാം അനുദിനം കാണുകയാണ്, നാം അനുദിനം കേൾക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ കണ്ടതാണ്, കടൽ തീരത്ത് പോയി സെൽഫി എടുക്കാൻ നിന്ന ഒരു കുഞ്ഞ് കടലിൽ വീണ് മരിച്ചുപോയ കാര്യം. പിന്നെയും നമ്മൾ കാണുക, പാലത്തിൻ്റെ കൈവരിയിൽ കയറി സെൽഫി എടുത്ത ഒരു ചെറുപ്പക്കാരൻ അതിനകത്ത് വീണ് മരിക്കുന്ന അതിദുഃഖകരമായ കാഴ്ച നമ്മൾ കാണുകയാണ്. അങ്ങനെ അങ്ങോട്ട് എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര ചെറുപ്പക്കാരുടെ ജീവൻ പൊലിഞ്ഞുപോയ
ദുഃഖകരമായ പുതിയ നവീന പ്രതിഭാസങ്ങളുടെ തിരതള്ളിക്കയറ്റങ്ങളെ നമ്മൾ അനുദിനം കാണുകയാണ്, കേൾക്കുകയാണ്. പൗലോസ് ഇത് എഴുതുമ്പോൾ മൊബൈൽ ഇറങ്ങിയിട്ടില്ല. പൗലോസ് ഇത് എഴുതുമ്പോൾ ഇന്റർനെറ്റ് ലോകത്തിൽ കടന്നു വന്നിട്ടില്ല. എന്നാൽ കാലങ്ങളെ ആത്മാവിൽ കണ്ടുകൊണ്ട് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ദൈവത്തിന്റെ ദീർഘദർശിയായ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ്ലീഹ ആത്മാവിൽ എഴുതി വെച്ചു, ഈ ലോകത്തിന്റെ കാലഗതി, ട്രെൻഡ്, പ്രതിഭാസം, പുതിയ പ്രതിഭാസങ്ങൾ ലോകത്തെ കീഴടക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ AG സഭയ്ക്ക് ഒരു ദൗത്യമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ മക്കൾക്കും ഒരു ദൗത്യമുണ്ട്.